വാർത്തയിലേക്ക്. കായംകുളം കറ്റാനത്ത് കടയിൽ തീപിടുത്തം. വസ്ത്രവ്യാപാരശാലയും മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ജിംനേഷ്യവും കത്തിനശിച്ചു. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം? ഒപ്പം നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് ആവാം ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അത് വളരെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് തീപിടുത്താൻ കാരണം എന്നത് വ്യക്തത വരൂ. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മുകളിലെ ജിംനേഷ്യവും താഴത്തെ വസ്ത്രവ്യാപാരശാലയുമാണ് കത്തി നശിച്ചത്. ഇവിടെ ഇപ്പോൾ മാവേലിക്കര, അടൂർ, കരുനാഗപ്പള്ളി, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനയുടെ സംഘമാണ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ പരമാവധി ആൾക്കാർ പുറത്ത് ഇറങ്ങി എന്ന ഒരു നിഗമനമാണ് നിലനിൽക്കുന്നത്. എന്നാൽ പോലും ഇത് പൂർണ്ണമായും തീ അണച്ചതിന് ശേഷം മാത്രമേ ആരെങ്കിലും അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. എന്ത് തന്നെയായാലും ഇപ്പോഴും അത് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. KP. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.